പറ്റി പറയാൻ എന്തുവാ പറയുന്നത്, ഒത്തിരി ഉണ്ട് അനിയെപ്പറ്റി പറയാൻ. അനിക്ക് ശരിക്കും ഞങ്ങൾക്ക് അനിയെ കൂട്ടൊരു അനിയനെ കിട്ടിയത് ഒരു വലിയ ബ്ലെസ്സിങ്ങാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അനി സീമാട്ടിയെ പെണ്ണ് കാണാൻ വന്നതും ഞങ്ങൾ അനിയുടെ വീട്ടിൽ വന്ന് അനിയെ കണ്ടതും. അതെല്ലാം ഇപ്പോഴും ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. അനി ഞങ്ങൾക്കൊരു ഒരു ഒരു അനിയൻ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ബ്ലെസ്സിങ് തന്നെ അനി. മോർ ദാൻ ദാറ്റ് കുട്ടൂസിനൊരു നല്ല കൊച്ചച്ഛനാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞ് എപ്പോഴും അനിയെപ്പറ്റി പറയുന്നത് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് ഒട്ടും തെറ്റല്ല, അത് ഫുൾ 100% ശരിയാണ്. എനിക്ക് ഭയങ്കര ടാലൻറ്റാണ്. എല്ലാ കാര്യത്തിലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒരു കാര്യത്തെ, ഇല്ലെങ്കിൽ എങ്ങനെ ഒരാളെ ഹാൻഡിൽ ചെയ്യണം, അതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാവുന്ന കൂട്ടത്തിലാണ്. അതൊക്കെ ഒരു ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു അനിയനെ കിട്ടുന്നത്. കാരണം ഇപ്പോഴത്തെ ലൈക്ക് ചേട്ടനായാലും എനിക്കായാലും എൻ്റെ കുഞ്ഞിനായാലും അനി എന്ന് പറയുന്നിടത്ത് ഞങ്ങൾക്ക് എന്ത് ഒരു വിഷമം ഉണ്ടെങ്കിലും സീമാട്ടിയെക്കാട്ടി ഞങ്ങൾക്ക് വന്ന് അത് കുറച്ച് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ അനിയാണ്. അനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആൻസറാണ് എല്ലാത്തിനും. എന്ത് നമുക്ക് വിഷമം ഉണ്ടെങ്കിലും സന്തോഷമാണെങ്കിലും അനി അത് വളരെ കൂളായിട്ടെടുത്ത് അനിയുടെ ഒരു റിപ്ലൈ കേൾക്കുമ്പോഴേ നമുക്ക് ഒരു സന്തോഷമാണ്. ഓക്കെ, ദെർ ഇസ് സംബഡി ഫോർ അസ് എന്നുള്ള രീതിയിൽ. ആ കാര്യത്തിൽ അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പീനിയനും ഒട്ടും വേറെ അല്ലായിരുന്നു. അമ്മ US വന്നിട്ട് തിരിച്ചു വരുമ്പോൾ പറയാനുള്ളത് മൊത്തം അനിയെ പറ്റിയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് അതൊരു സന്തോഷം തന്നെ. ഇങ്ങനെ അനി ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അനിയനായിട്ടേ അല്ല കാണുന്നത്, ഞാനൊരു മോനായിട്ട് തന്നെയാണ് കാണുന്നത്. എൻ്റെ സീമാട്ടിയുടെ ഹസ്ബൻഡാണെങ്കിലും പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ അനിയുടെ കാര്യത്തിൽ. പിന്നെ ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ 2 മരുമക്കൾ എന്ന് പറയുമ്പോൾ സച്ചു ആണെങ്കിലും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് അനി അത് മൊത്തം മറിച്ചിട്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് അടുക്കാൻ പറ്റിയ ഒരാളായിരുന്നു അനി. സച്ചുവിനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും അനിയോടായിരുന്നു അമ്മ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. കാരണം സച്ചുവിനെ അമ്മ മരുമോനെക്കാട്ടി ഇതായിട്ടൊരു റെസ്പെക്റ്റായിട്ട് എന്തുവാ പറയുന്നത്, അതെനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അനിയെ അങ്ങനെ അല്ലായിരുന്നു അമ്മ, എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യുമായിരുന്നു അമ്മ അനിയോട്. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. ഇപ്പോഴും അനി ഇല്ലെങ്കിൽ സീമാട്ടിയും അനിയൊക്കെ ഞങ്ങളെ കാണാൻ വരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളിപ്പോൾ വരുന്നത് തന്നെ ഞങ്ങളെ കാണാനാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. പിന്നെ എന്നെ കളിയാക്കുന്ന കാര്യത്തിൽ അതിൽ എനിക്ക് ഒട്ടും കുറവ് കാണിച്ചിട്ടില്ല അനി, ഒട്ടും പിശുക്കിയിട്ടുമില്ല അനി. അതെനിക്ക് സന്തോഷം തന്നെ. പിന്നെ എന്തോ പറയുന്നത്, അനിയെപ്പറ്റി നല്ലതേ ഉള്ളൂ അനി പറയാൻ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അനി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ അനിയനായിട്ടുള്ളതിൽ. എൻ്റെ കുട്ടൂസിൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു കൊച്ചച്ഛനായിട്ടും ഉള്ളതിൽ ഞങ്ങൾക്ക് മോർ ദാൻ എവറിത്തിങ് എൻ്റെ സീമാട്ടിയുടെ ഒരു നല്ല ഹസ്ബൻഡായിട്ടുള്ളതിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹാപ്പി ബർത്ത്ഡേ അനി. അനിക്ക് എപ്പോഴും എല്ലാം നല്ലതേ നടക്കൂ. എനിക്ക് ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും എല്ലാം ദൈവം തരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. Look at it. So many things comes out of 50. Happy birthday. Enjoy your evening. എപ്പോഴും ഉള്ള കാര്യം തന്നെ. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ചൊക്കെ ഒന്ന് അനിയോട് പറയണം എന്ന് തോന്നിയോണ്ട് പറഞ്ഞതാ. ഹാപ്പി ബർത്ത്ഡേ അനി. ഹാവ് എ വണ്ടർഫുൾ ഇയർ. The number 50 matters, guys. Enjoy it. Thank you.